ഹായ് ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇത് ജോഗ്രഫി ടോപ്പിക്കിൽ വരുന്ന ഒന്നാണ്. ഇവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. അതിനു മുന്നേ ആദ്യം നമുക്ക് നോക്കാം, ഇന്ത്യയിൽ കാർഷിക വർഷം എന്ന് പറയുന്നത് എപ്പോഴാണ്? ജൂലൈ മുതൽ ജൂൺ വരെയാണ് ഒരു കാർഷിക വർഷ കാലയളവ് എന്ന് പറയുന്നത്. ജൂലൈ മുതൽ ജൂൺ വരെ. അതായത് നമ്മുടെ ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്: ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ്, റാബി, സെയ്ദ്. ഇത് പറയുന്നത്, ഈ ഖാരിഫ് എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് ഒരു ജൂൺ പകുതി തൊട്ട് ഒരു നവംബർ ഫസ്റ്റ് വീക്കൊക്കെ വരെയാണ് ഈ ഖാരിഫ് കാലം എന്ന് പറയുന്നത്. ഈ ഖാരിഫ് എന്ന് പറയുമ്പോൾ മഴക്കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃഷിയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് ജൂൺ മുതലാണ് ആരംഭിക്കുന്നത്. ജൂൺ ഒരു സെക്കൻഡ് വീക്കൊക്കെ മുതലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കുന്നത്. അതിൻ്റെ മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്ന് പറയുന്നത് ഒരു നവംബറൊക്കെയാണ്. നവംബർ മുതൽ നമ്മുടെ ഇന്ത്യയിൽ മഞ്ഞുകാലം തുടങ്ങുകയാണ്. അപ്പോഴുള്ള കൃഷിയാണ് റാബി. റാബി കാലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വേനൽക്കാലമാണ് വരുന്നത്. വേനൽക്കാലത്തെ ഏകദേശം ഒരു 2 മാസം ഒക്കെ നീളുന്നത്. മാർച്ച് മുതൽ ഒരു ജൂൺ ആദ്യവാരം വരെ, മാർച്ചിൽ തുടങ്ങി ജൂൺ ആദ്യവാരം വരെയുള്ള കൃഷിയാണ് സെയ്ദ് എന്ന് പറയുന്നത്. വേനൽക്കാല കൃഷിയാണ് സെയ്ദ്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നും അതിൽ വരുന്ന വിളകൾ ഏതൊക്കെയാണെന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തേത് ഖാരിഫാണ്. ഖാരിഫ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മുതൽ കാലവർഷത്തിൻ്റെ അവസാനം വരെയാണ് ഖാരിഫ് കാലം എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ഉഷ്ണകാല വിളയാണ്. ഉഷ്ണകാല വിള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, മഴ ആവശ്യമായ വിളകളെയാണ് ഉഷ്ണകാല വിള. ധാരാളം മഴ ആവശ്യമായിട്ടുള്ള വിളകളെയാണ് ഖാരിഫ് വിള എന്ന് പറയുന്നത്. അപ്പോൾ ഖാരിഫ് വിളകളാണ് പരുത്തി, നിലക്കടല, എള്ള്, നെല്ല്, സോയാബീൻ, മഞ്ഞൾ, ചണം, ചോളം, കരിമ്പ്, തിനവിളകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പം ചുവടെ തന്നിട്ടുള്ളവയിൽ ഖാരിഫ് വിള ഏതാണ്, റാബി വിള ഏതാണ്, അതേമാതിരി സെയ്ദ് വിള ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിക്കാനായിട്ട് ഓരോ കോഡുണ്ട്. പണ്ട് മുതലേ പറഞ്ഞു വരുന്ന കോഡാണ്. ഖാരിഫിൻ്റെ കോഡാണ് കേട്ടോ. ആദ്യം പറയുന്നത്, പനിച്ച എനക്ക് സ്വയമതി. എന്താണ് പനിച്ച എനക്ക് സ്വയമതി? പനിച്ചയിലെ പാ എന്താണെന്ന് വെച്ചാൽ പരുത്തിയാണ്. നീ എന്ന് പറഞ്ഞാൽ നിലക്കടല, ച എന്ന് പറഞ്ഞാൽ ചണം, അതുമാതിരി ചോളം. രണ്ടും ചാക്കി, ചണവും ചോളവും. പിന്നെ എനക്കിലെ എള്ള്, ന നെല്ല്, ക കരിമ്പ്. സോയാമതി, സോയ മീൻസ് സോയാബീൻ, മ മഞ്ഞൾ, തിനവിളകൾ. തിനവിളകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തിനകളില്ലടാ, ഈ ജോവർ, ബജ്ര, അതേമാതിരി റാഗി, അതൊക്കെ അല്ലേ ബജ്ര, ജാവർ, റാഗി എന്നൊക്കെ പറയുന്നത്. അതൊക്കെയാണ് ഈ തിനവിളകളിൽ പെടുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഖാരിഫ്. ഖാരിഫിൽ ഓർത്തിരിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം മുതൽ കാലവർഷത്തിൻ്റെ അവസാനം വരെ. അതേമാതിരി ഇതൊരു ഉഷ്ണകാല വിളയാണ്. അതായത് മഴ ധാരാളം ആവശ്യമാണ്. ഇത് പഠിക്കാനുള്ള കോഡ്, ഇതിൽ വിളകൾ പഠിക്കാനുള്ള കോഡ് പനിച്ച എനക്ക് സോയമതി. പനിച്ച എനക്ക് സോയമതി. അപ്പോൾ അത് ആ കോഡ് ഓർത്ത് വെച്ചാൽ ഒരു മാർക്ക് ഉറപ്പിച്ചോ. ഓക്കെ, അടുത്ത കാലമാണ് റാബി. റാബി എന്ന് പറഞ്ഞാൽ ശൈത്യകാല വിളയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ 3 കാലങ്ങളല്ലേ ഉള്ളത്: മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം. മഴക്കാലം തന്നെ 2 വിധമുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണും പിന്നെ വടക്ക് കിഴക്കൻ മൺസൂണും ഉണ്ട്. അപ്പോൾ ഈ മൺസൂണിന് മൊത്തത്തിൽ നമുക്ക് മഴക്കാലം എന്ന് പറയാം. മഴക്കാലത്തുള്ള ആ കൃഷിയാണ് ഖാരിഫ്. അത് കഴിഞ്ഞിട്ട് മഞ്ഞുകാലം ഒരു നവംബർ മുതൽ ഒരു ഫെബ്രുവരി, മാർച്ച് ആദ്യ ആഴ്ച വരെയൊക്കെ ഒരു മഞ്ഞുകാലമായിട്ടാണ് കണക്കാക്കുക. അപ്പോഴുള്ള വിളകളാണ് ഈ റാബി വിളകൾ. റാബി വിളകൾ പറഞ്ഞാൽ ശൈത്യകാല വിളകളാണ്. ശൈത്യകാല വിള പറയുമ്പോൾ എന്താണ്? കുറഞ്ഞ ഊഷ്മാവ്, അതായത് ചെറിയ ചൂട് കുറഞ്ഞ സമയം. അപ്പോൾ ഇത് പഠിക്കാനും ഒരു കോഡുണ്ട്. ആദ്യം വിളകളൊക്കെ ഒന്ന് നോക്കുക. ഗോതമ്പ്, പയർ, ബാർലി, ലിൻസീഡ്, കടുക്, പുകയില, അതൊക്കെയാണ് വിളകൾ കേട്ടോ. അപ്പോൾ ഇത് പഠിക്കാനുള്ള കോഡ്: മഞ്ഞുകാലത്ത് ഗോപപാലിക പുകവലിച്ചു. റാബി കാലത്തിലെ വിളകളെ കുറിച്ച് പഠിക്കാനുള്ള കോഡ്: മഞ്ഞുകാലത്ത് ഗോപപാലിക പുകവലിച്ചു. ഇവിടെ മഞ്ഞുകാലത്ത് എന്ന് പറയുമ്പോൾ റാബി ഏത് കാലത്താണ്? മഞ്ഞുകാലത്താണ് ഉള്ള കൃഷിയാണെന്ന് മനസ്സിലാക്കുക. ഈ ഗോപപാലികയിൽ ഗോതമ്പ്, പ പയർ, ഭ ബാർലി, ലി ലിൻസീഡ്, ക കടുക്, പുകവലിച്ചു എന്നുള്ളത് പുകയില. മഞ്ഞുകാലത്ത് ഗോപപാലിക പുകവലിച്ചു. അപ്പോൾ ഖാരിഫ് വിളയുടെ കോഡ് എന്തായിരുന്നു? പനിച്ച എനക്ക് സോയമതി. റാബിയുടെ കോഡോ മഞ്ഞുകാലത്ത് ഗോപപാലിക പുകവലിച്ചു. അടുത്തതാണ് ലാസ്റ്റത്തെ, മൂന്നാമത്തെ, സെയ്ദ് എന്ന് പറയുക. സെയ്ദ് വേനൽക്കാല വിളകൾ.
വേനൽക്കാല വിളകൾ. റാബി അവിടെ അവസാനിച്ച് കഴിഞ്ഞിട്ടുള്ള 2 മാസം. ഈ ജൂൺ എന്ന് പറയുന്നത് ജൂണിൻ്റെ ഒരു ആദ്യ വാരം വരെയൊക്കെ ആണ് കേട്ടോ. ജൂൺ ആകുമ്പോഴേക്കിനും ഇത് വിളവെടുത്ത് കഴിയും. മാർച്ച് മുതൽ ജൂൺ വരെ, അതായത് ആ ഒരു വേനൽക്കാലത്ത് ഉള്ള കൃഷി, ഒരു ഇടനില കൃഷി എന്നൊക്കെ പറയാം അല്ലേ. 2 മാസമല്ലേ ഉള്ളൂ. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എന്ത് ചെയ്യണം, ജലസേചനം ആവശ്യമാണ്. ഈ സൈഡിലെ പ്രധാന വിളകൾ പഴങ്ങളും പച്ചക്കറികളും കാലിത്തീറ്റയാണ് കേട്ടോ. പഴങ്ങൾ പച്ചക്കറി നമുക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷെ കാലിത്തീറ്റ നമ്മൾ മറന്നു പോകും. അപ്പോൾ കാലിത്തീറ്റ പ്രത്യേകം എടുത്ത് പഠിക്കാം. സെയ്തിലെ വിളകളാണ് പഴങ്ങൾ, പച്ചക്കറികൾ, കാലിത്തീറ്റ. നല്ല ജലസേചനം ആവശ്യമാണ്, വേനൽക്കാല വിളയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു മാർക്ക് സാധാരണ കിട്ടും. +2 ലെവലിലുള്ള എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ ഇതൊന്ന് ആ കോഡൊന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു.